എനിക്കിത് പറയുമ്പം കുറേ പേടിയുണ്ട് കേട്ടോ. ഇക്ക പണ്ട് ചിലവിന് ഇത്ര എമൗണ്ടാണ് തരലെന്ന് ഞാൻ പറഞ്ഞു. ഷോപ്പിങ്ങിനെല്ലാം പോകുമ്പോൾ ഉപ്പയാണോ ബില്ല് പേ ചെയ്യൽ? നമുക്ക് മന്ത്ലി ഒരു ചിലവിന് തരാമെന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. കുറേ തെറ്റിദ്ധാരണകളുണ്ട്. എനിക്ക് തോന്നി കണ്ണൂർ ആണുങ്ങൾക്ക് ആകുള്ളൊരു വിഷമം എന്താണെന്നറിയാം. ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ട് ഇതെല്ലാം പറയണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കുറേ എഴുതി വെക്കുകയെല്ലാം ചെയ്യില്ല. ഞാൻ Q&A എല്ലാം ചെയ്യുമ്പം കുറേ എഴുതി വെക്കലെല്ലാം ഉണ്ട്. ഇന്ന് അങ്ങനെയൊന്നും ചെയ്യാണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം എനിക്ക് പറയാനുള്ളതെല്ലാം അങ്ങനെ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കാര്യം എനിക്ക് ഞാനിപ്പം വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ 5 വർഷത്തിലിടക്ക് എനിക്ക് കോമൺ ആയിട്ട് അധികവും വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ സിസ്റ്റം, മുസ്ലിംസിൻ്റെ സിസ്റ്റത്തിനെ പറ്റിയിട്ട് കുറേ തെറ്റിദ്ധാരണകളുണ്ട്, കുറേ അറിയാത്ത കാര്യങ്ങളുണ്ട് മറ്റുള്ള ഡിസ്ട്രിക്റ്റ്, മറ്റുള്ള ജില്ലക്കാർക്ക്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മുസ്ലിംസ്, ഹിന്ദുസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒരു ഉദ്ദേശവും ഇല്ല കേട്ടോ. കാര്യം കണ്ണൂർ തന്നെ മുസ്ലിംസിനും ഹിന്ദുസിനും 2 സിസ്റ്റമാണ് കല്യാണം കഴിഞ്ഞാലുള്ള. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇല്ലേ, എനിക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അല്ലെങ്കിൽ ഞാൻ ആദ്യം ആയിട്ട് ഒമാനിന്ന് നാട്ടിൽ വന്നേരാണ് എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയേ. ഇപ്പം ഞാൻ കുറച്ച് കമൻസ് വായിച്ചുതരാം. ഇതെല്ലാം പണ്ടേ ഞാൻ ചെയ്ത വ്ളോഗിനെല്ലാം ഇപ്പം വരുന്ന കമൻസാണ്. ആദ്യം ഞാൻ കുറേ റിപ്ലൈ കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ ഇങ്ങനെ പറയാമെന്ന്. നിങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ സ്വന്തം നിങ്ങളെ വീട്ടിലേക്ക് തന്നെയാണോ പോലെ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകില്ലേ? പിന്നെ ഇത്ര ദിവസമായിട്ടും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടില്ലേ? പിന്നെ ഷോപ്പിങ്ങിനെല്ലാം പോകുമ്പോൾ ഉപ്പയാണോ ബില്ല് പേ ചെയ്യൽ? പിന്നെ നിങ്ങളുടെ ഇക്ക സ്വന്തം വീട്ടിൽ എപ്പോഴാണ് പോവാറില്ലേ? പിന്നെ ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ്. കമൻറ്റ് മൊത്തം എനിക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചോദിക്കലുണ്ട്, പിന്നെ നിങ്ങളുടെ ബ്രദറിൻ്റെ വൈഫ് എന്താണ് നിങ്ങളെ വീട്ടിൽ നിൽക്കാത്തത്? പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വീട് എടുക്കാത്തത്? മീൻസ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയുന്നത്, പക്ഷേ വീട് അവിടെ എടുക്കുന്നതെന്ന് പറയുന്നതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ കണ്ണൂർ ഹസ്ബൻഡ് വൈഫിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാരൻസിനെ ആര് നോക്കും? ഇങ്ങനെയല്ലാന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരമായിട്ടും പിന്നെ പൊതുവേ നമ്മളെ കണ്ണൂർ സിസ്റ്റത്തിന് ഒരു മോശം പേരുണ്ട്. ആണുങ്ങന്മാരെ കെട്ടിക്കൂട്ടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരലാണ്, അവരെപ്പോഴും പെണ്ണിൻ്റെ വീട്ടിലാണ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയൊന്നുമല്ല, നമ്മൾ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്കിത് പറയുമ്പം കുറേ പേടിയുണ്ട് കേട്ടോ. കാര്യം എല്ലാവരുടെയും ഇങ്ങനെ അല്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ കണ്ണൂർ സൈഡിനെ മാത്രം അങ്ങ് ഭയങ്കര നല്ലയാക്കിയിട്ട് പറയുക, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ സിസ്റ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. പൊതുവേ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ മാറി താമസിക്കുക, അല്ലെങ്കിൽ ഗേൾസ് മാറി താമസിക്കണം എന്നുള്ളൊരു സിസ്റ്റം അല്ലേ. കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക, അല്ലെങ്കിൽ മൊത്തത്തിൽ പറിച്ച് നടുക, വേറൊരു വീട്ടിലേക്ക് പറിച്ച് നടുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. എന്താ പറയുക, ഡ്രസ്സെല്ലാം അവിടെ ആയിരിക്കും. പിന്നെ നമ്മൾ താമസിക്കേണ്ടത് ആ വീട്ടിലാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സ്വന്തം വീട്ടിലേക്ക് വരൂ. സ്വന്തം വീട്ടിലേക്ക് ഒരു ഗസ്റ്റിനെ പോലെ വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോവാം, അങ്ങനെയല്ലായിരിക്കും. പക്ഷെങ്കിൽ നമ്മളെ കണ്ണൂർ സൈഡിൽ അങ്ങനെയല്ല. നമ്മൾ ഇത്രയും വർഷം താമസിച്ച വീട്ടിൽ തന്നെയാണ് നമ്മൾ കല്യാണം കഴിഞ്ഞാലും താമസിക്കുക. പിന്നെ സ്വന്തമായിട്ടൊരു വീടെടുക്കുമാണ് വേറെ വീട്ടിൽ പോയിട്ട്, മീൻസ് സ്വന്തം വീട് എന്നുള്ള രീതിയിൽ വേറൊരു വീട്ടിൽ പോവാം. പക്ഷെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവേ ഇല്ല എന്നല്ല, നമുക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു മാസത്തിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പാടയിലാണെങ്കിൽ ഒരു മാസത്തിൽ ഒരാഴ്ചയെല്ലാം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കും. അതിപ്പോൾ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ കറക്റ്റ് 7 ദിവസം പോയി നിൽക്കുക അങ്ങനെയല്ല. ചിലപ്പോൾ 4-5 ദിവസം നിൽക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ 2 ആഴ്ച പോയി നിൽക്കുന്നവരുണ്ടാവും. പോയി നിന്നിട്ട് തിരിച്ചു വരിക, നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ, പക്ഷെങ്കിൽ പോയി നിന്നിട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലർ കുറേ ഒരു മാസത്തോളം നിൽക്കുന്നവരെല്ലാം ഉണ്ടാവും. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് അവിടെ അല്ല, അവിടെ നിന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോവും, അല്ലെങ്കിൽ കുറച്ചാടെ ഉണ്ടാവും, പക്ഷെ സ്ഥിരമായി താമസം നമ്മൾ വീട്ടിൽ തന്നെ, അങ്ങനെയായിരിക്കും. പിന്നെ കണ്ണൂർ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം പോയി 1 ദിവസം 2 ദിവസം പോയി തിരിച്ചു വരുന്നവരുണ്ട്. ഞാനെല്ലാമാണെങ്കിൽ കല്യാണം കഴിഞ്ഞ പാടെ ഒരാഴ്ചയെല്ലാം നിൽക്കുന്നു, ഒരു 7 ദിവസമെല്ലാം നിൽക്കുന്നു. പക്ഷേങ്കിൽ എനിക്ക് കല്യാണം കഴിഞ്ഞ പാട് പോയി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ വീടാണ്, ഞാൻ 7 ദിവസം എങ്ങനെയല്ലോ എണ്ണി തീർക്കും. നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഒന്നുമല്ല. പക്ഷെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോയി താമസിക്കുമ്പോൾ ഇല്ലേ,
ആദ്യത്തെ സമയത്ത് നമുക്ക് എല്ലാവരെയും ഭയങ്കര പരിചയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ 7 ദിവസം എങ്ങനെയല്ലോ 1, 2, 3 അങ്ങനെ എണ്ണിയിട്ട് നിന്നിട്ട് വരാം, ഒരിക്കലും നിൽക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ, അങ്ങനെ തീർക്കും. പിന്നെ അവരോട് ഭയങ്കര അടുപ്പായി, നമുക്ക് കുറച്ച് കഴിഞ്ഞാലല്ലോ ഒരു അടുപ്പം വല്ലതും വരൂ. അങ്ങനെയെല്ലാം ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ ഒരാഴ്ച നിന്നാലൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. പക്ഷെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു പരിചയമില്ലാത്ത വീട്ടിൽ ഫസ്റ്റ് പോയി നിൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? പക്ഷെങ്കിൽ അത് നമുക്ക് ഒരു 5-6 ദിവസം നിന്നിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു മനസ്സുണ്ടാവും. പക്ഷെങ്കിൽ ഈ സ്ഥിരമായി ചാടെ പോയിട്ട് പുതിയൊരു വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മളെ കണ്ണൂരാർക്ക് ഉണ്ടാവില്ല. കാര്യം അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നൽ. ഒരു നിർബന്ധിച്ചൊരു വീട്ടിൽ നിൽക്കുക എന്നുള്ളൊരു സിസ്റ്റം അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. അത് നമ്മളെ കണ്ണൂരാർക്ക് ആ ഒരു പ്രശ്നമില്ല. അത് ഭയങ്കര നല്ലതാണ്. കാര്യം എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളവരും പോയി നിൽക്കുക. നമുക്കൊരിക്കലും ഹസ്ബൻഡിൻ്റെ ഉമ്മാനോടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിനോടോ ഒരിക്കലും ഒരു ദേഷ്യം പോലെ ഒരിക്കലും അങ്ങനെ തോന്നൂല. കാരണം നമ്മൾ ഒരിക്കലും അവിടെ നിർബന്ധിച്ചിട്ട് അവിടെ നിർത്തിക്കൂല. അതുകൊണ്ട് നമുക്കിപ്പം ഒരാഴ്ച ആയാലും ഒരു 10 ദിവസം ആയാലും പോയി നിന്നിട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ നിന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാം. പക്ഷെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സിസ്റ്റം നമ്മളോട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, നിർബന്ധമായിട്ടും നിങ്ങൾ നിൽക്കണം എന്നാരെങ്കിലും ഒരാൾ നിർബന്ധമാക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇപ്പോൾ നമുക്ക് നമ്മളെ സ്വന്തം വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. പക്ഷെങ്കിൽ വേറൊരു വീട്ടിൽ പോയി നിന്നേ പറ്റൂ, നിങ്ങൾ ജീവിതകാലം മൊത്തം ആ വീട്ടിലാണ് പിന്നെ നിൽക്കണ്ടേ. അങ്ങനെയുള്ളൊരു സിസ്റ്റം ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ? അങ്ങനെ എൻ്റെ കമൻസിൽ തന്നെ കുറേ കാണലുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ വേറെ എല്ലാ ജില്ലക്കാരും എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട്. ഞാൻ ഈ ഒരു കണ്ണൂർ സിസ്റ്റം പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഭയങ്കര ലക്കിയാണ്, നിങ്ങൾക്ക് തോന്നുമ്പോൾ പോയി നിൽക്കാമല്ലോ, തോന്നുമ്പോൾ വരാമല്ലോ. നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കണം. പിന്നെ ഞാനിത് പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാ ഹസ്ബൻഡ് വീട്ടുകാരും മോശം ഒന്നും ആയിരിക്കില്ല. ചില ആൾ നല്ല സന്തോഷത്തോടു കൂടി മറ്റു ജില്ലക്കാരാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് ജീവിതകാലം മൊത്തം നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ ചിലർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു റൂൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ നിൽക്കണം, നിങ്ങൾ സ്വന്തം വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നിട്ട് തിരിച്ചു വരാനേ പാടുള്ളൂ, അങ്ങനെ ഒരു റൂൾ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും വിഷമം തന്നെയായിരിക്കും. അത് ആണിനാലും പെണ്ണിനാലും വിഷമം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ കണ്ണൂരുകാർ ഭയങ്കര ലക്കിയാണ്. കാര്യം നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഏടിയും ഇല്ല. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചില ആൾക്ക് ജോലി കുറച്ച് കണ്ണൂർ തന്നെ കുറച്ച് ലോങ്ങല്ലാണെങ്കിൽ ചില ആൾക്കാരുടെ പേഴ്സണൽ പ്രിഫറൻസിന്, ഇപ്പം ജോലി സ്ഥലത്ത് എന്തെങ്കിലും പോയി വരാനുള്ള ബുദ്ധിമുട്ടെല്ലാം കൊണ്ടോ സ്ഥിരമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്ന മുസ്ലിം ആണെങ്കിലും തന്നെ സ്ഥിരമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം ആകുമ്പോൾ ഇല്ലേ, ഈ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം എല്ലാവർക്കും ഇതേപോലത്തെ പ്രശ്നം ഉണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും കണ്ണൂർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാര്യം നമുക്ക് ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ കാണണമെന്ന് തോന്നുമ്പോൾ പോയി കാണാം, അങ്ങനെ വരിക, എപ്പോഴും ഇഷ്ടം ഉണ്ടാവുമല്ലോ. മീൻസ് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം അങ്ങനെ ഉണ്ടാവും. അതും ഒരു നല്ല കാര്യമാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവും. ഇങ്ങനെ പോയാലും ഇല്ലേ, ഇനിയിപ്പം വേറൊരു വീട്ടിൽ നമുക്ക് സ്വന്തം വീട് പോലെ ആയാലും സ്വന്തം വീട് പോലെയല്ലേ ആവും, സ്വന്തം വീടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അങ്ങ് സെറ്റാവും, ഈ പറഞ്ഞ പോലെ സ്വന്തം വീട് പോലെയാവും അങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് കണ്ണൂർ സിസ്റ്റം വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ 2 പെണ്ണും ഒരാണുമാണ്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് നിൽക്കുക ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ, ഇടയ്ക്കിടയ്ക്ക് വരും. ഒരു സ്കൂള് എല്ലാം ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ മക്കളെ സ്കൂളിൽ ചേർത്തത് എൻ്റെ അമ്മായിൻ്റെ വീട്ടിലാണ്. എൻ്റെ അമ്മായി എന്നാണ് പറയുക. അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അമ്മായിൻ്റെ മക്കളെല്ലാം പഠിക്കുന്ന ആടെയാണ്, എൻ്റെ ബ്രദറിൻ്റെ മക്കളെല്ലാം പഠിക്കുന്ന അമ്മായിൻ്റെ നാട്ടിലാണ്. അപ്പോൾ സ്കൂളെല്ലാം ലീവ് ഉണ്ടാകുമ്പോൾ 2 ദിവസം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വന്നിട്ട് ഇവിടെ നിൽക്കും, പോവും. അങ്ങനെ സ്കൂളിലുള്ളതുകൊണ്ട് 2 ദിവസമല്ലേ നിൽക്കും. കല്യാണം കഴിഞ്ഞ പാടെല്ലാം ഒരാഴ്ച 10 ദിവസം അങ്ങനെയെല്ലാം നിൽക്കലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുട്ടികളെല്ലാം സ്കൂളിലെല്ലാം ചേർത്തി തുടങ്ങിയാൽ പിന്നെ സ്കൂളിൻ്റെ എല്ലാം ലീവെല്ലാം നോക്കി എപ്പെങ്കിലും 2 ദിവസം എല്ലാം വന്ന് നിൽക്കാനേ പറ്റൂ. അങ്ങനെ പറ്റൂ. മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങിയില്ലേ, ഞാൻ ഫസ്റ്റ് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇക്കാൻ്റെ വീട്ടിൽ പോയത്. പോയി ഉമ്മാനെ കാണുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനൊരു ദിവസം പോയി തിരിച്ച് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇക്കാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയത്. ഒരു 3-4 ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്നല്ലോ. ആദ്യം പോയാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതും പോയി നിൽക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്, അപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ, അവർ പ്രശ്നമാക്കൂലേ, അങ്ങനെയെല്ലാം കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമാക്കലോ അല്ലെങ്കിൽ വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ടൈപ്പല്ല ആയിരിക്കൂല ആരും. കാര്യം നമ്മളങ്ങനെ യൂസ്ഡ് ആണ്, നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വരിക, അങ്ങനെ നമ്മളങ്ങനെ യൂസ്ഡ് ആണ്, നമുക്കങ്ങനെ വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഇതൊന്നുമില്ല. പിന്നെ ഞാൻ ഇക്കാൻ്റെ കൂടെയാണ് ഗൾഫിൽ നിന്ന് വരുന്നതെങ്കിൽ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ രാവിലെ പോകുന്നുണ്ടെങ്കിൽ രാത്രി വരെ അവിടെ നിൽക്കും, രാത്രി എൻ്റെ വീട്ടിലേക്ക് വരും, എന്നിട്ട് ഇവിടെയാണ് നമ്മൾ നിൽക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം ഇങ്ങോട്ട് വരും, അങ്ങനെയാണ്. പിന്നെ വേറെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഇടൂലേ ആ സമയത്ത് എന്നോട് ചോദിക്കും, നിങ്ങൾ വാങ്ങുന്ന സാധനത്തിനെല്ലാം ഉപ്പയാണോ പേ ചെയ്യലെന്ന്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കണ്ണൂർ ഇങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടില്ലേ, അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് ഇക്ക വരൂലേ, ഇക്ക എൻ്റെ കൂടെ നാട്ടിലുണ്ടെങ്കിൽ രാത്രിയാവുമ്പോഴാണ് ഇക്ക ഇവിടെ വരിക. എന്നിട്ട് രാത്രി ഒരു 10 മണിയെല്ലാം വരാൻ. എന്നിട്ട് രാവിലെ എണീക്കാൻ നല്ല ലേറ്റ് ആവും കേട്ടോ, നമ്മൾ ലീവിന് വരുന്നതായതുകൊണ്ട് എണീക്കാൻ നല്ല ലേറ്റ് ആവും. ഒരു 12 മണിയെല്ലാം ആകുമ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്കൊക്കെ പോവും. എനിക്ക് തോന്നുന്നു എപ്പെങ്കിലും ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു ദിവസമെല്ലാം മാത്രമേ ഇക്ക ഫുൾ ഡേ എൻ്റെ വീട്ടിൽ നിൽക്കലുള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും, എല്ലാവരും എന്നല്ല, നമ്മളിപ്പം പെണ്ണിൻ്റെ വീട്ടിലാന്ന് വിചാരിച്ച് ഫുൾ ഡേ പെണ്ണിൻ്റെ വീട്ടിലൊന്നുമല്ല നിൽക്കുക, ഇക്കാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവും. കുറേ ആൾക്കാർ പറയുന്ന കണ്ണൂരുകാർക്ക് കല്യാണം കഴിച്ചാൽ പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി താമസിക്കലും, രാത്രി താമസം അല്ലെങ്കിൽ നമുക്കൊരു റൂം, നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു റൂമെല്ലാം ഉണ്ടാവുക നമ്മളെ വീട്ടിലാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിലും റൂം ഇല്ല എന്നല്ല, പക്ഷെങ്കിൽ നമ്മളെല്ലാ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് താമസം നമ്മളെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും. പക്ഷേ ഇതേപോലെ ഫുൾ എല്ലാ ദിവസവും എല്ലാ നേരവും പെണ്ണിൻ്റെ വീട്ടിലെല്ലാം ഉണ്ടാവുക. മിക്ക ആൾക്കാരും രാവിലെ എണീച്ച് ഒന്നിക്ക് ജോലിക്ക് പോവും, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് ഒരു ദിവസം പോലും പോകാണ്ട് നിൽക്കില്ല. അപ്പം ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞാനും പോവും, നമ്മൾ രാത്രി വരെ നിൽക്കും, തിരിച്ചു വരും. ലൈക്ക് ഒറ്റക്കാണെങ്കിൽ ഇക്ക പോവും, രാത്രി മാത്രമേ ഇങ്ങോട്ട് വരൂ. ഇക്കാൻ്റെ നാട്ടിലേക്ക് പോവും, ഇക്കാൻ്റെ വീട്ടിൽ പോവും, അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി മാത്രമേ വരൂ. ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ കുറേ ദിവസം, എല്ലാ ദിവസവും അല്ല, ഇടയ്ക്കിടയ്ക്ക് ദിവസം ഞാനും ഇക്കാൻ്റെ കൂടെ പോവും, ഇക്കാൻ്റെ വീട്ടിൽ നിൽക്കും. രാത്രിയെല്ലാം ആകുമ്പോൾ ഒന്നിക്ക് ഫുഡ് കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് വരും, അങ്ങനെ വരിക. അപ്പോൾ അതും ഭയങ്കര ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെങ്കിൽ ബേസിക്കലി നമ്മൾ കല്യാണം കഴിച്ച് അങ്ങ് കൂട്ടി പോകുന്നതിന് പകരം കല്യാണം കഴിച്ച് ഇങ്ങ് കൂട്ടി വരിക ചെയ്യുക. പറയുന്നത് കുറച്ച് ശരിയാണ്, പക്ഷെങ്കിൽ ഫാമിലീനെ മൊത്തം അങ്ങ് വിട്ട് കളഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ ഉമ്മാനെ നോക്കുക മക്കൾ തന്നെയല്ലേ, ഉമ്മാനെ നോക്കാത്ത മക്കളുണ്ടാവില്ലല്ലോ, ഉമ്മാനെയോ ഉപ്പാനെയോ പാരൻസിനെയോ നോക്കാത്ത മക്കളുണ്ടാവില്ലല്ലോ. അപ്പോൾ കണ്ണൂർ കല്യാണം കഴിച്ചെന്ന് വെച്ചിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക, അവരെ ഒഴിവാക്കുക, അങ്ങനെയൊന്നുമല്ല. കണ്ണൂരും മക്കൾ തന്നെയാണ് ഉമ്മയോ ഉപ്പയോ പാരൻസിനെയോ നോക്കുക. അത് പെണ്ണായാലും ആണായാലും ഒരേപോലെ നോക്കും, അങ്ങനെയാണ്. ആണിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, പെണ്ണിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. പെണ്ണ് എപ്പോഴും ഉമ്മാൻ്റെ കൂടെ ഉണ്ടാവും, പെണ്ണ് എപ്പോഴും സ്വന്തം പാരൻസിൻ്റെ കൂടെ ഉണ്ടാവും, ആണായാലും എപ്പോഴും പാരൻസിൻ്റെ അടുത്തേക്ക് പോവും, അതങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ചിലവിൻ്റെ കാര്യം, നമുക്ക് മന്ത്ലി ഒരു ചിലവിന് തരാമെന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതിപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിലല്ലേ താമസിക്കുക, അപ്പോൾ നമുക്ക് മന്ത്ലി, ഇപ്പോൾ മാസം ഫസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാസം നടുക്കോ ലാസ്റ്റോ ആയിരിക്കും, അത് മാസാമാസം ചിലവിന് കൊടുക്കൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റം കണ്ണൂരുണ്ട്. അതിപ്പോൾ എത്രയാണോ നമ്മുടെ ചിലവ് അനുസരിച്ചിട്ട്, ഇപ്പോൾ കറക്റ്റ് ഇത്ര പൈസ എന്നല്ല, ഞാൻ എനിക്കിപ്പോൾ ഇക്ക എല്ലാ മാസവും നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മളെ ഉമ്മാക്ക് ഉപ്പാക്ക് കൊടുക്കുന്ന പൈസയല്ല, നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മളെ ചിലവിനായിട്ട് നമ്മളൊരു പൈസ നമ്മളെ ഈ വീട്ടിൽ കൊടുക്കണം. അത് ആ ഒരു സിസ്റ്റം ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, നമ്മൾ കണ്ണൂർ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരു മാസത്തെ ചിലവിനായിട്ട് നമ്മളൊരു പൈസ കൊടുക്കും, അതിനാണ് പറയുക ചിലവിൻ്റെ പൈസ എന്ന് പറയും നമ്മൾ. അത് ഇപ്പോൾ എൻ്റെ ചിലവിൻ്റെ പൈസ ഇക്ക അങ്കും ഇക്കാൻ്റെയും 2 മക്കളെയും നമുക്ക് എത്രയാണോ ചിലവ് വരിക, ഇപ്പോൾ ഇക്ക ഇപ്പം ഒരു എമൗണ്ട് കൊടുത്ത് ഇതിൻ്റെ അപ്പുറത്തോട്ട് ചിലവായാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡ് കിട്ടൂല, അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയല്ല,
പക്ഷേങ്കിൽ നമ്മൾ ചിലവിൻ്റെ പൈസ നമ്മൾ സ്വന്തം എടുക്കണം. ആ ഒരിത് ഇപ്പം കല്യാണം കഴിഞ്ഞാലും ഉപ്പ നമ്മളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ. പക്ഷേങ്കിൽ ഇത്ര പൈസ തീർന്ന് നമ്മളെ ചിലവിന് കൊടുക്കുന്ന പൈസ നമുക്കായിട്ട് മാറ്റി വെച്ച് അതിനെക്കൊണ്ട് മാത്രം നമ്മൾ ഫുഡ് വാങ്ങി അതിനെക്കൊണ്ട് മാത്രം നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കൽ അങ്ങനെയൊന്നുമല്ല. ഞാനിങ്ങനെ പറയുമ്പം ഇതുവരെ കേൾക്കാത്ത ആൾക്ക് പല ഡൗട്ടും ഉണ്ടാവും. അപ്പം ആ ചിലവിൻ്റെ പൈസ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കൊടുക്കണം, അങ്ങനെയൊന്നുമല്ല. നമ്മൾ മാസത്തിൽ നമുക്ക് അറിയാലോ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. നമുക്കൊരു മാസം ഏകദേശം എത്ര പൈസ ചിലവ് വരും നമുക്കറിയാലോ. ആ ഒരു എമൗണ്ടാണ് നമ്മൾ കൊടുക്കുക, നമ്മളെ ചിലവിൻ്റെ പൈസ. ആ ഉപ്പാക്കും ഉമ്മാക്കും ജീവിക്കാനുള്ള പൈസ അങ്ങനെയൊന്നുമല്ല, അത് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേങ്കിൽ അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതിപ്പോൾ എത്രയാന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം പോലെ. ഞാൻ എനിക്ക് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ പാട് ഇക്ക എത്രയാണ് ചിലവിന് തന്നുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഒരു സമയത്ത് എനിക്ക് ഒന്ന് കറക്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. 11 വർഷം മുന്നേ ഇക്ക 6000 രൂപേനും ചിലവിനായിട്ട് തരല്. പിന്നെ ഇപ്പം നമുക്ക് എത്ര തരുന്നുണ്ട്, ഞാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പം നമുക്ക് എത്ര ചിലവിന് മാസം എത്ര ചിലവാകും അങ്ങനെയെല്ലാം എന്നോട് എപ്പോഴും ചോദിക്കുന്ന, എന്നോട് ഒമാനിലെല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് മാസം എത്ര ചിലവ് വരുന്നല്ലോ. അതൊന്നും ഞാൻ ഒരിക്കലും പറയൂല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരെ നമ്മൾ ജീവിക്കുന്ന പോലെയല്ലേ നമ്മളെ ചിലവുണ്ടാവും. ഇപ്പം മറ്റുള്ളവർ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേങ്കിൽ ഞാൻ ഇത്രയും പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സിസ്റ്റം എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഫസ്റ്റ് ആ ഒരു 10-11 വർഷം മുന്നേ എനിക്ക് എത്രയാണ് തന്നുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. 5000 ആണോ 6000 ആണോ നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ ഒരു എമൗണ്ടാണ്. പിന്നെ അതെല്ലാം ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി പോലെ അല്ലെങ്കിൽ നമ്മളെ ജീവിതം പോലെ. നമ്മളിപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ ചിലവ് വരിക. അപ്പോൾ ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതെല്ലാം ഭയങ്കര ചുരുക്കി നമുക്ക് അത്രയും ചിലവില്ല, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡിന് എത്ര ശമ്പളം ഉണ്ട്, അല്ലെങ്കിൽ എത്രയാണ് വരുമാനം, എന്താണ് ജോലി, അതിനെല്ലാം അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ജീവിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ചിലവിനും കൊടുക്കേണ്ടി വരിക. അങ്ങനെ നമ്മൾ ചിലവിന് കൊടുക്കൽ എന്ന് പറയുന്നത് അത്രയും ഒന്നുകിൽ ചുരുക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും. അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യം പോലെ. നമ്മളെ വൈഫും അല്ലെങ്കിൽ നമ്മളെ കുട്ടികളും എങ്ങനെയാണ് ജീവിക്കുന്നത്, ഈ ചിലവിന് കൊടുക്കുന്ന എമൗണ്ട് കൊണ്ടാണ് നമ്മളെ ചിലവ് കഴിയുക, ഒരു മാസത്തിനുള്ള ചിലവ് കഴിയുക. അതീ പറഞ്ഞ പോലെ അതിനേക്കാളും കൂടുതൽ നമ്മൾ ചിലവാക്കിയാലോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ചിലവാക്കിയാലോ സ്വന്തം ഉപ്പയും ഉമ്മയല്ലേ, ഒന്നും പറയാനൊന്നും പോകുന്നില്ല, ഒരു വിഷയവും ഉണ്ടാവില്ല. പൊതുവേ നോർമൽ ഒരു ഫാമിലി ആണെങ്കിൽ ഇതിപ്പോൾ ഇൻ്റെ പൈസനെ കൊണ്ട് നീ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന ഫുഡ് കഴിച്ച് ഒന്നും വരില്ല കേട്ടോ. അതൊരു സിസ്റ്റം മാത്രമാണ്. കാര്യം അത്രയും കാലം നമ്മളെ നോക്കിയതും, ഇപ്പോൾ ഒരു 18 വയസ്സിലാണ് കല്യാണം അല്ലെങ്കിൽ ഒരു 20 വയസ്സിലാണ് കല്യാണം എന്നുണ്ടെങ്കിൽ 20 വയസ്സ് വരെ നമ്മൾ ജീവിച്ച വീടിനല്ലേ. പിന്നെ കല്യാണം കഴിയുമ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ എമൗണ്ട് കൊടുക്കണം. എനിക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല, എന്നാൽ കൊടുത്തത് കൂടിപ്പോയിന്നോ കുറഞ്ഞു പോയിന്നോ അങ്ങനെ ആരും പറയുകയും ചെയ്യില്ല. പിന്നെ ഈ ചിലവിന് കൊടുക്കുന്ന എമൗണ്ട് അല്ലാണ്ട് നമ്മളെ പേഴ്സണൽ ആവശ്യങ്ങളുണ്ടാവില്ലേ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങൽ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കോസ്മെറ്റിക്, ഡ്രസ്സ്, പിന്നെ ഹോസ്പിറ്റൽ ചിലവ്, അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് നമ്മൾ തന്നെ ചെയ്യണം. അതല്ലാണ്ട് ഫുഡിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ചിലവിൻ്റെ പൈസ വരുന്നത്. ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് മാത്രം. അത് മാത്രമല്ലേ പഠിച്ചോനെ, എനിക്കിങ്ങനെ പറയുമ്പോൾ പേടിയാവുന്നുണ്ട്. എന്തെങ്കിലും എൻ്റെ അടുത്തുനിന്ന് തെറ്റായി വന്നു പോയി നമ്മൾ കണ്ണൂരുകാരനെ പറയും നമ്മൾ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ എന്ന് പറയും. അതെ, ഫുഡിൻ്റെ കാര്യം മാത്രമേ വരൂ. ബാക്കി നമ്മളെ പേഴ്സണൽ എന്ത് എക്സ്പെൻസ് ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം. അതിപ്പോൾ ഇക്കയാണെങ്കിൽ എനിക്ക് പണ്ടിക്ക ഞാൻ ഗൾഫിൽ പോയത് കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒമാനിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു വർഷ സമയത്ത് ഇക്ക ഇങ്ങനെ തരാം, ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ ചിലവിന് കൊടുക്കാൻ തരും. അതല്ലാണ്ട് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ളത് എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഞാനിപ്പോൾ ഷോപ്പിംഗ് വീഡിയോ എല്ലാം ഇടുമ്പോൾ ഇല്ലേ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ഇടുമ്പോൾ ഉപ്പ തന്നെയാണ് ബില്ല് പേ ആക്കുക. വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ബില്ല് പേ ആക്കാം. അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചിലവിന് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ ഷോപ്പിങ്ങിന് പോയാൽ ഞാൻ ചിലവിന് തന്നല്ലേ ഇനി ഞാൻ തരൂല അങ്ങനെയൊന്നും എന്തായാലും പറയില്ലല്ലോ. അപ്പോൾ എനിക്ക് ബില്ല് പേ ചെയ്യണമെങ്കിൽ എനിക്ക് ബില്ല് പേ ചെയ്യാം, അല്ലെങ്കിൽ ഉപ്പ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പ പേ ചെയ്യും. അങ്ങനെ അവിടെ ഒരു കണക്ക് പറച്ചിൽ എന്തായാലും സ്വന്തം പാരൻസിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കണ്ണൂർ കല്യാണം കഴിക്കുന്ന ആണുങ്ങൾ സ്വന്തം വീട്ടിലേക്കും എന്ത് വാങ്ങുമ്പോൾ വാങ്ങും, വൈഫിൻ്റെ വീട്ടിലോട്ടും വാങ്ങും.
എന്താ പറയുക, ഒരേപോലെ നമ്മൾ ചിലവാക്കും. നമുക്ക് തോന്നുന്നു കണ്ണൂരിലുള്ള ആണുങ്ങൾക്ക് ചിലവ് കൂടുതലായിരിക്കും നമുക്ക് തോന്നലുണ്ട്. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ ഇല്ലേ, സ്വന്തം വീട്ടിലും വാങ്ങും, വൈഫിൻ്റെ വീട്ടിലോട്ടും വാങ്ങും. അത് അങ്ങനെയാണ്, നമുക്ക് ഒരേപോലെ കാണും. ഇപ്പം എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങുമ്പോൾ എന്തായാലും എനിക്ക് തോന്നലുണ്ട് കണ്ണൂരിലുള്ള ആണുങ്ങൾക്ക് ചിലവ് കുറച്ച് കൂടുതലായിരിക്കും എന്ന് തോന്നലുണ്ട്. എല്ലാം വാങ്ങിക്കൊണ്ടുപോലും ഇപ്പം എന്തെങ്കിലും ഐറ്റംസ് എല്ലാം വാങ്ങുമ്പോൾ രണ്ട് വീട്ടിലോട്ടും വാങ്ങുമ്പോൾ അതൊരു എക്സ്പെൻസ് എന്തായാലും കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഡൗട്ടെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നോട് കമൻറ്റ് ബോക്സിൽ പറയും. ഇനി എൻ്റെ പേഴ്സണലായിട്ടും എന്നോട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം വന്ന് പറഞ്ഞവരുണ്ട്, നിങ്ങളെ വ്ളോഗ് കണ്ടിട്ട് കണ്ണൂരെ സിസ്റ്റം മനസ്സിലാക്കി നമ്മളെ മക്കളെങ്കിലും കണ്ണൂർ കെട്ടിച്ചയക്കണം എന്നുണ്ട്, അങ്ങനെയെല്ലാം പറയും. എപ്പോഴും ഞാനിതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണല്. നമുക്ക് കല്യാണം കഴിഞ്ഞാലും വേറൊരു വീട്ടിലേക്ക് നിർബന്ധമായിട്ടും പോയി അവിടെ തന്നെ നിൽക്കണം എന്നെല്ലാം പറയുമ്പം അതിപ്പോൾ ആണുങ്ങൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവും, ഇനിയെങ്കിലും അത് മാറിയാൽ നല്ലതായിരിക്കും. പക്ഷേ ചിലരെല്ലാം പറയുന്ന കേട്ടിന് കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് നാണക്കേടാന്ന് പറയുന്ന കേട്ടിന്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയും, എനിക്ക് കുറേ ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവർ പറയും നമ്മളെ സിസ്റ്റത്തിൽ ആദ്യം, ഇപ്പം അതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ സ്കൂളെല്ലാം പഠിക്കുന്ന സമയത്ത് പറയും, അവരെ ഏച്ചിമാരെല്ലാം ഉണ്ടാവില്ലേ, സ്വന്തം വീട്ടിൽ കുറേ ദിവസം വന്ന് നിന്നൂടാ, അന്നേരം ഒരു കുറവ് കേടാണ് എന്ന് പറയും. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്, സ്വന്തം വീട്ടിൽ കുറേ ദിവസം വന്ന് നിന്ന് ആ ഒരു കുറവ് കേടായിട്ട് കാണും എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ കുറേ വർഷം മുന്നേ അല്ലേ, ഇപ്പം ചിലപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കറല്ലേ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് സ്വന്തം വീട്ടിലെപ്പോൾ വരാം, കുറേ ദിവസം നിൽക്കുക, ഇഷ്ടമുണ്ടാകുമ്പോൾ പോവാം. പിന്നെ ഈ ഉമ്മമാരെല്ലാം ഒറ്റക്കാണെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരെല്ലാം ഒറ്റക്കാണെങ്കിൽ അങ്ങനെ ഒറ്റക്കിട്ടിട്ട് പോറ്, അങ്ങനെയെല്ലാം ഒരു വിഷമം ഉണ്ടാവും. പിന്നെ എൻ്റെ കേസിൽ ഇക്കാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എപ്പോഴും മക്കൾ ഉണ്ട്, അടുത്തടുത്ത് വീടുണ്ട്. പിന്നെ എൻ്റെ വീട് എടുക്കുന്നത് ഇക്കാൻ്റെ നാട്ടിലാണ്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വീടെടുക്കണം എന്നുള്ളൊരു ഒരു ടൈം വരുമല്ലോ. ആ ടൈമിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വീടെടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇക്കാൻ്റെ വീടിൻ്റെ അടുത്ത് ഇക്കാൻ്റെ തറവാട് പൊളിച്ചിട്ട് വീടെടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഇക്കാൻ്റെ ഉപ്പാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനായിട്ടും അങ്ക് ആടെ വീട് വേണ്ട, അല്ലെങ്കിൽ അങ്ക് ആ ഒരു സ്ഥലത്ത് ഇക്കാൻ്റെ ബ്രദേഴ്സ് എല്ലാം അവിടെ ഉണ്ട്, ഇക്കാൻ്റെ ബ്രദേഴ്സ് എല്ലാം അവിടെ വീട് വെച്ചിട്ടുണ്ട്. അന്നേരം അങ്ക് ആ ഒരു സ്ഥലത്ത് വീടെടുക്കുന്നതിനോട് അങ്കൊരു എതിർപ്പൊന്നും ഇല്ലേനു. അങ്ക് ആടെ വീട് വേണ്ട, അവരെ ഒരു ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് വീട് വേണ്ട എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ലേനു. എനിക്ക് ഇക്കാക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ആടെ മതി എന്നുള്ളതായിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട്, ഞാനിപ്പം പണ്ട് ചിലവിന് ഇത്ര എമൗണ്ടാണ് തരലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ വീഡിയോ ഒന്ന് കട്ടാക്കണോ വേണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഒന്നുകിലും ഞാൻ വെക്കൂല. കാരണം ഞാൻ ഒരിക്കലും നമ്മളെ ചിലവ് ഇത്രയാണ് അങ്ങനെയൊന്നും പറയില്ല. പിന്നെ ഞാൻ 11 വർഷം മുന്നേ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഇപ്പോഴത്തെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചിലപ്പോൾ വെക്കും. പിന്നെ കമൻറ്റിൽ ഇനി ചോദിക്കറ് ഇപ്പം എത്രയാണ് എനിക്ക് തരലെന്ന് ചോദിക്കറ്. കാര്യം നമ്മൾ ചിലവിന് കൊടുക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ, കുട്ടികളെല്ലാം ആകുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ വേണ്ട വരുമല്ലോ. ഒരു കുട്ടിയാകുമ്പോൾ പിന്നെ 2 കുട്ടിയാകുമ്പോൾ നമുക്കറിയാലോ, കുട്ടിക്കല്ലേ കൂടുതൽ ചിലവ് വേണ്ട വരിക. നമ്മളെ വരുമാനത്തിനനുസരിച്ചിട്ടും നമ്മളെ ചിലവിനനുസരിച്ചിട്ടും ആയിരിക്കും കൊടുക്കുക. അതിനാരും പിന്നെ ഈ ആരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂല ഞാൻ ഇത്രയാണ് കൊടുക്കല് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊന്നും തോന്നുന്നില്ല. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ പറയുന്നല്ലാണ്ട് ആരുമായിട്ട് നമ്മളെ കണ്ണൂർ ഈ ചിലവിന് കൊടുക്കുന്ന എമൗണ്ട് ഒന്നും കമ്പയർ ചെയ്യൂല, അങ്ങനെയൊന്നും ചെയ്യില്ല. കാര്യം സ്വന്തം വരുമാനത്തിനനുസരിച്ച് സ്വന്തം ചിലവിനനുസരിച്ചായിരിക്കും ഈ ചിലവിന് കൊടുക്കൽ സിസ്റ്റം എല്ലാം. നമ്മളെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നറിയാം, 2 വീടുമായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഇക്കാക്ക് എൻ്റെ വീട്ടിൽ വന്ന് എപ്പോഴും താമസിക്കുന്നതുകൊണ്ട് എൻ്റെ പാരൻസുമായിട്ടും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, എൻ്റെ പാരൻസുമായിട്ടും. അങ്കായാലും അങ്ങനെ തന്നെ ഒരു ദേഷ്യവും ഒന്നും അവരോട് തോന്നുമില്ല. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണക്ഷൻ ആയിരിക്കും 2 പാരൻസുമായിട്ട്. ഹസ്ബൻഡിനായാലും വൈഫിനായാലും 2 പാരൻസിനോടും ഭയങ്കര കണക്ഷൻ ആയിരിക്കും. ആ ഒരു ഭയങ്കര ബെനിഫിറ്റ് തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ. എനിക്ക് തോന്നി കണ്ണൂർ ആണുങ്ങൾക്ക് ആകുള്ളൊരു വിഷമം എന്താണെന്നറിയാം, വണ്ടിയിൽ എപ്പോഴും കുറേ പെട്രോളോ ഡീസലോ അടിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, രാവിലെ അങ്ങോട്ട് പോവുക, രാത്രി ഇങ്ങോട്ട് വരിക, രാവിലെ അങ്ങോട്ട് പോവുക. കുറേ കിലോമീറ്ററിലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്നോടൊക്കെ എപ്പോഴും തമാശക്കായിട്ട് പറയുന്ന, നാട്ടിൽ വരുമ്പോൾ
ഈ പെട്രോൾ അടിക്കാൻ മാത്രം ഒരു പൈസ മാറ്റി വെക്കണമെന്ന്. കാര്യം 15 കിലോമീറ്റർ നമ്മൾ എൻ്റെയും ഇക്കാൻ്റെയും വീട് തമ്മിൽ 15 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ചിലപ്പോൾ ഇക്കാക്ക് നേരത്തെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ദിവസം ഉണ്ടാവും. പിന്നെ നമുക്ക് വൈകുന്നേരം വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇക്ക രാവിലെ അങ്ങ് പോവും, പിന്നെ എന്നിട്ട് തന്നെ ഉച്ചയ്ക്ക് കൂട്ടാൻ വരും, തിരിച്ചു പോവും, പിന്നെ രാത്രി പിന്നെ ഇങ്ങോട്ട് വരണം, പിറ്റേന്ന് രാവിലെ പിന്നെ അങ്ങോട്ട് പോകണം. അങ്ങനെ അങ്ങനെ ഇക്ക പറയും പെട്രോൾ അടിച്ചിട്ട് മുടിഞ്ഞു പോയി എന്ന് പറയും. ആ ഒരു തമാശക്ക് പറയുന്ന, എന്നാലും ആ ഒരു ഫാക്റ്റ് തന്നെയാണ്. കുറേ നല്ല ദൂരമെല്ലാം ഉണ്ടെങ്കിൽ എപ്പോഴും പോയി വരിക എന്ന് പറയുമ്പോൾ അതൊരു സംഭവം ഉള്ള തന്നെയാണ്. നമ്മളെപ്പോഴും എപ്പോഴും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെ വൈഫ് പോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ പിന്നെ ആ ഒരു ചിലവില്ലല്ലോ. അതൊരു തമാശക്ക് ഇങ്ങനെ പറയുന്ന, എന്നാലും അതുള്ളത് തന്നെയാണ്. ഇല്ലേ വേറൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. മീൻസ് കണ്ണൂരുള്ളവർ തന്നെ പറയണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സിസ്റ്റം ഉള്ളോന്നുണ്ട്, സിസ്റ്റം ഉണ്ടോയെന്നുള്ള കാര്യം. ഞാൻ മട്ടന്നൂർ ഇരിട്ടി അതിൻ്റെ ഇടയിലുള്ള ആ ഒരു റോഡിലാണ്, മട്ടന്നൂർ ഇരിട്ടി റൂട്ടിലാണ്. അതല്ലെങ്കിൽ കണ്ണൂർ വേറെ ഏതെങ്കിലും ഭാഗത്ത് വേറെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ അപ്പോൾ അതൊന്ന് കമൻ്റ് ആക്കണേ. പിന്നെ കണ്ണൂർ സിസ്റ്റം ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എന്നുള്ളവരുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ആക്കുക. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പഠിച്ചോ ഇങ്ങനെ തന്നെ ആയിരിക്കില്ല എല്ലാവരുടെയും എന്നുള്ള. പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ വേറെ ഒന്നും ഇല്ല പറയാൻ. ബൈ.